അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ എപ്പിസോഡിൽ നമ്മളോട് സംസാരിക്കുന്നത് ബഹുമാന്യനായ മുഹമ്മദ് യാസറാണ്. നമുക്ക് ആദ്യം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹധന്യരായ സഹോദരന്മാരെ, എൻ്റെ പേര് മുഹമ്മദ് യാസിർ എന്നാണ്. എൻ്റെ ആദ്യത്തെ പേര് ചക്രവർത്തി എന്നായിരുന്നു. എൻ്റെ സ്വദേശം തമിഴ്നാടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഇസ്ലാമിനെ അടുത്തറിയാനും മനസ്സിലാക്കാനും സാധിച്ചു. അൽഹംദുലില്ലാ. ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ജീവിതത്തിലുണ്ടായ, ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായ ചില അനുഭവങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇസ്ലാമിനെ ആദ്യമായി പരിചയപ്പെടുന്നത് ഹൈന്ദവ ടീച്ചറിൽ നിന്നാണ്. അതിനുശേഷം ഇസ്ലാമിനെ അന്വേഷിച്ച് ഇറങ്ങിയതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കേരളത്തിലേക്ക് എത്തിപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും എൻ്റെ പുറത്തു നിന്നുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്നുള്ളത്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഏകദൈവ ആരാധനയും മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ വിഭാഗവും ഒരു ആശയ ആദർശത്തിൽ മുന്നോട്ട് പോകുന്ന ആളുകളാണ് എന്നതാണ് എൻ്റെ പുറത്തു നിന്നുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതിൽ നിന്നാണ് ഞാൻ ഇസ്ലാമിനെ പഠിക്കാനും അന്വേഷിക്കാനും ശ്രമിച്ചത്. എൻ്റെ നാട് എന്ന് പറഞ്ഞാൽ ഒരു ഉഗ്രാമമാണ്. ഉഗ്രാമം എന്ന് പറഞ്ഞാൽ ഇസ്ലാമുമായിട്ടോ അല്ലെങ്കിൽ മുസ്ലിങ്ങളുമായിട്ടോ യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കൊച്ചു ഗ്രാമമാണ്. ഞാൻ ചെറുപ്പത്തിൽ ഇത് കേട്ടെങ്കിലും ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നതും ഇതിന് കൂടുതൽ പഠിക്കണം, മനസ്സിലാക്കണം, ഇസ്ലാമിൽ എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന ഒരു ചിന്ത ഉടലെടുക്കുന്നത് എൻ്റെ ഒരു 19-20 വയസ്സ് കാലഘട്ടത്തിലാണ്. അങ്ങനെ ഇസ്ലാമിനെ ഇറങ്ങിയതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കേരളത്തിലേക്ക് എത്തിപ്പെട്ടു. ഇവിടെ മഹാഭൂരിപക്ഷം എന്നറിയപ്പെടുന്ന സമസ്ത വിഭാഗക്കാർക്ക് ഇടയിലാണ് ഞാൻ വരുന്നത്. അപ്പോൾ ആദ്യം ഞാനൊരു സിദ്ദീഖ എന്ന് പറഞ്ഞ പഴുന്നാനയിലുള്ള ആളുടെ വീട്ടിലായിരുന്നു. അപ്പോൾ എൻ്റെ പ്രായം ചെറുപ്പമായതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ എങ്ങനെയാണ് ഇവരോട് ചോദിക്കുക, പറയുക എന്നുള്ള ഒരു പ്രയാസം എനിക്കുണ്ടായിരുന്നു. എന്നിരുന്നാലും സിദ്ദീഖും ഞാനും കൂടിയിട്ട് പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇസ്ലാമിനെ കുറിച്ച് ഞാൻ അങ്ങോട്ട് പറയാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സിദ്ദീഖ വളരെ അത്ഭുതത്തോട് കൂടിയിട്ട് ഇവർക്ക് എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് മനസ്സിലായത് എന്നുള്ള ഒരു അത്ഭുതത്തോടു കൂടി സംസാരിക്കുകയും ചോദിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറയും, ഞാൻ ചെറുപ്പത്തിലേ എനിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാം, സത്യത്തിൽ ദൈവം ഒന്നേ ഉള്ളൂ, പിൽക്കാലത്ത് ആളുകളൊക്കെ കടത്തി കൂട്ടിയതാണ് ഇതൊക്കെ എന്ന് പറയും. അപ്പോൾ അദ്ദേഹത്തിന് എന്നോട് ഭയങ്കര ഇഷ്ടം ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ഒരിക്കൽ വരവൂർ പള്ളിയിലേക്ക് എന്നെ പറഞ്ഞയക്കുകയാണ്. വേറൊരു ഹിന്ദു സുഹൃത്തിൻ്റെ കൂടെ, നീ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയാൽ നിൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വരവൂർ പള്ളിയിലേക്ക് എന്നെ പറഞ്ഞയക്കുന്നത്. അങ്ങനെ ഞാനും അദ്ദേഹവും കൂടി വരവൂർ പള്ളിയിലേക്ക് പോകുമ്പോൾ അവിടെ നിലവിളക്ക് പിടിച്ചുകൊണ്ട് ഉസ്താദുമാർ ആ മക്ബറയുടെ ജാറത്തിൻ്റെ ചുറ്റുഭാഗം ഇരിക്കുന്നുണ്ട്. അവരുടെ മടിയിൽ ഒരു കിതാബ് തുറന്നു വെച്ചിട്ട് അവർ പാരായണം ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരം രംഗങ്ങൾ കാണുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഹൈന്ദവരായിട്ടുള്ള അദ്ദേഹം ഓടിപ്പോയി ആ കബറിനെ കെട്ടിപ്പിടിച്ച് കരയാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കൊടുകൂടാന്ന് പറഞ്ഞ് വെള്ളം വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കാണുമ്പോൾ ഇതെന്താണ് സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല.
അപ്പോൾ ഞാൻ കൂടെ എന്നെ കൊണ്ടുപോയ ആളോട് ചോദിച്ചു ഇതെന്താണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു മഹാനായ ഒരു വ്യക്തി കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച് അദ്ദേഹത്തിന് ശ്വാസം ഇല്ലാണ്ട് ചത്തുപോകില്ലേ, കാരണം എനിക്കറിയില്ല ഇത് എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ ശ്വാസം ഇല്ലാണ്ട് ചത്തുപോകില്ലേ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ സംസാരത്തിന് കുറച്ച് ബാസ് കൂടുതലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉസ്താദുമാരൊക്കെ എൻ്റെ മുഖത്തേക്ക് നോക്കി. അങ്ങനെ ഇദ്ദേഹത്തിന് മനസ്സിലായി ഞാനിത് ഇങ്ങനെ പറഞ്ഞ് ശരിയല്ല എന്ന്. അപ്പോൾ അദ്ദേഹം വേഗം എന്നെ ആ മക്ബറയുടെ ഉള്ളിൽ നിന്ന് എന്നെ പുറത്തേക്ക് പിടിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞ് അതിൻ്റെ ഉള്ളിൽ ഒരു മഹാനായ വ്യക്തി മരണപ്പെട്ടു പോയതാണ്, അദ്ദേഹം അതിൻ്റെ ഉള്ളിൽ കിടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് ചിന്തിച്ച് ഇതെന്താണ് പടച്ചോനെ, ഇത് വാപ്പ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ ഉൾക്കൊള്ളുന്ന ഹൈന്ദവ സമുദായം ഉൾക്കൊണ്ട അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ളൊരു വിശ്വാസമാണല്ലോ ഇയാൾ പറയണത്. അപ്പം നമ്മൾ ടീച്ചറിൽ നിന്ന് കേട്ട ഇസ്ലാമും ഇതും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്നുകൂടി ആലോചിച്ചപ്പോൾ ഇദ്ദേഹം ഹിന്ദു ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഇസ്ലാമിനില്ലാത്ത ഒരു വിശ്വാസം ഇയാൾക്കുള്ളത് കൊണ്ട് ഇങ്ങനെ വിചാരിച്ചതായിരിക്കാം, ഇസ്ലാമിൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് കരുതി ഞാൻ അവിടെ നിന്നും വീണ്ടും അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഉള്ളിലേക്ക് പോയില്ല, മക്ബറയുടെ ഉള്ളിലേക്ക് പോയില്ല. അതിൻ്റെ തൊട്ടടുത്ത് പള്ളിയുണ്ട്. അങ്ങനെ അവിടെ പോയി ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ച് തിരിച്ച് മടങ്ങിപ്പോന്നു. അപ്പോൾ വീട്ടിലേക്ക് വന്നപ്പോൾ സിദ്ദീഖ വീണ്ടും ഈ മക്ബറയിലുള്ള ഈ മഹാൻ്റെ കറാമത്തുകൾ ഇങ്ങനെ മണിമണിയായിട്ട് വിവരിക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, പടച്ചോനെ, ഇത് നമ്മൾ അന്വേഷിച്ച് വന്ന ഒരു ഇസ്ലാം അല്ലല്ലോ, ഈ ടീച്ചർ ഇങ്ങനെയല്ലല്ലോ നമ്മൾ ഇസ്ലാമിനെ കുറിച്ചിട്ട് പരിചയപ്പെടുത്തിയതും പറഞ്ഞു തന്നതും. അപ്പോൾ ഒരു മാനസികമായിട്ട് ഒരു പ്രയാസം ഉണ്ടായി. അങ്ങനെ അന്ന് തന്നെ ഞാൻ ഇവിടെ നിന്ന് വണ്ടി കയറി നാട്ടിലേക്ക് പോയി. അങ്ങനെ നാട്ടിലേക്ക് പോയിട്ട് വീണ്ടും ഞാൻ വരുന്നത് ഒരു മുഹമ്മദ് ക മത്തനങ്ങാടി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ വരാനുള്ള കാരണം ഈ സിദ്ദീഖ എന്ന് പറഞ്ഞ ആൾ എന്നെക്കുറിച്ചിട്ട് മുഹമ്മദ് ഖാനോട് പറയാണ്, ഇങ്ങനെ ചക്രവർത്തി എന്ന് പറഞ്ഞ ഒരു കാര്യസ്ഥൻ്റെ വീട്ടിലുണ്ടായിരുന്നു, വിശ്വസ്തനാണ്, അദ്ദേഹത്തിന് കച്ചവടത്തിൽ നല്ല കഴിവുള്ള ആളാണ്. അപ്പോൾ ഈ മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞാൽ ലണ്ടനിൽ ഒരുപാട് ജോലി ചെയ്ത് ഇവിടെ വന്ന് കുറേ കച്ചവടങ്ങൾ ചെയ്ത് തകർന്ന് എന്തെങ്കിലുമൊക്കെ നാട്ടിൽ ചെയ്ത് ഇവിടെ കൂടണം, അപ്പോൾ നല്ലൊരാൾ കൂടെ വേണമെന്ന് അന്വേഷിച്ച് നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഈ വിവരങ്ങളൊക്കെ സിദ്ദീഖ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും മുഹമ്മദ് ഖാൻ എന്നെ ഫോണിൽ വിളിച്ചു. അപ്പം ഞാനിവിടുന്ന് മടങ്ങിപ്പോയെങ്കിലും വീണ്ടും ഒരു വിളി വന്നപ്പോൾ വീണ്ടും ശരി, നമുക്ക് ഇനി ഇത് ഇവിടെ എൻ്റെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കേരളത്തിലേക്ക് വന്നിട്ടാണ് മുസ്ലിങ്ങളെ കണ്ടതും കുറച്ചെങ്കിലും ഇസ്ലാമികമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ മനസ്സിൽ വീണ്ടും കേരളത്തിലേക്ക് പോകണം, ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്നൊരു ചിന്ത വന്നതോടെ ഞാൻ വീണ്ടും അവിടെ നിന്ന് മുഹമ്മദ് ഖായുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ മത്തനങ്ങാടി മുഹമ്മദ് ഖായുടെ വീട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹം കൃത്യമായി 5 നേരം നമസ്കരിക്കാൻ പോകും. സുബൈ നമസ്കാരം കഴിഞ്ഞ് വന്നാൽ സൂറത്ത് അർ-റഹ്മാൻ പാരായണം ചെയ്യും. അപ്പോൾ സുബൈക്ക് അദ്ദേഹം എണിച്ച് കഴിഞ്ഞാൽ ഞാനും എണിക്കും. അദ്ദേഹം പള്ളിയിൽ പോയി വന്നു കഴിഞ്ഞാൽ ഈ പാരായണം ചെയ്യുന്നതൊക്കെ ഞാനിങ്ങനെ അവിടെ നിന്ന് ആസ്വദിച്ച് കേട്ടിരിക്കും. പക്ഷേ ഇദ്ദേഹത്തിനോട് എങ്ങനെ ഇത് പറയാം എന്ന് എനിക്ക് അപ്പോഴും ഒരു ആശങ്കയാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ മുഹമ്മദ് ഖാ, നൂർജാത്ത, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. അദ്ദേഹം എന്നോട് ഒരു വേർതിരിവ് കാണിച്ചിട്ടില്ല, ഞാനൊരു തമിഴ്നാട്ടുകാരനാണ് എന്നുള്ള ഒരു വേർതിരിവ് അദ്ദേഹം എന്നോട് കാണിച്ചിട്ടില്ല. സ്വന്തം കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ എന്നായിട്ട് പെരുമാറിയത്. അപ്പം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാൻ തൊപ്പിയെടുത്ത് എൻ്റെ തലയിലേക്ക് വെച്ചു. അപ്പോൾ അദ്ദേഹം മുഹമ്മദ് ഖാ എന്നോട് ചോദിച്ചു, എന്താണ് ചക്രവർത്തി, അനക്ക് മുസ്ലിം ആവണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയാം, അപ്പോൾ ഞാൻ സത്യത്തിൽ കേരളത്തിലേക്ക് വന്നത് ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ മുഹമ്മദ് ഖാ എടുത്ത വഴിക്ക് പറഞ്ഞ്, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തു സഹായം വേണമെങ്കിലും ചെയ്യാം, ഞാൻ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ നൂർജാത്ത പറഞ്ഞ്, അങ്ങനെ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ RSSകാർ നമ്മുടെ തല വെട്ടി റോട്ടിലിട്ട് ഉരുട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ മുഹമ്മദ് ഖാ പേടിച്ചിട്ട് പറഞ്ഞ്,
ചക്രവർത്തി, എല്ലാം ഒന്ന് തന്നെയാണ്, നീ ഇപ്പം നിൽക്കണല്ലേ എന്നെ നിന്നാൽ മതി, ആവശ്യമില്ലാത്തതിന് ഇതൊക്കെ ഒരുപാട് വിഷയങ്ങളാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി മുഹമ്മദൊക്കെ പേടിച്ചു എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ലക്ഷ്യം ഇത് മനസ്സിലാക്കുക, ഇതെന്താണെന്ന് അറിയാമെന്നുള്ളതാണല്ലോ. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ്, അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ സംബന്ധിച്ച് മുഹമ്മദ് ഖാക്ക് വലിയ ഐഡിയ ഇല്ല. അപ്പം ഞാനൊരു കൗണ്ടർ കുടുംബത്തിൽ അത്യാവശ്യം സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും ഈ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇതിനു വേണ്ടി എത്ര സാമ്പത്തികമായ ചിലവ് വന്നാലും ഞാനത് ചെയ്തോളാം, പക്ഷെ ഇതിൻ്റെ മാർഗം, ഇതിൻ്റെ വഴി മാത്രം ഒന്ന് മുഹമ്മദ് ഖാ പറഞ്ഞു തന്നാൽ മതി, നിങ്ങൾ കൂടെ വരേണ്ട ആവശ്യവും ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഫോഴ്സ് ചെയ്തപ്പോൾ മുഹമ്മദ് ഖാക്ക് ഒരു മനസ്സിനെ അത് വല്ലാത്ത എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കണം എന്നുള്ളൊരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് ഖാ എന്ത് ചെയ്ത്, മഗ്‌രിബിൻ്റെ സമയത്തായിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. അതിന് ശേഷം ഇദ്ദേഹം പള്ളിയിൽ പോയിട്ട് അവിടുത്തെ ഉസ്താദിൻ്റെ അടുത്ത് ഈ വിഷയം അവതരിപ്പിച്ചു. അപ്പോൾ ഉസ്താദ് ഉടനെ പറഞ്ഞു, ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ ആളിനെ ഇങ്ങോട്ട് കൊണ്ടുപോവാം, പള്ളിയിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് ആളായിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പള്ളിയിലേക്ക് പോയി. അദ്ദേഹം ചോദിച്ചു എന്നോട്, എന്താണ് നിങ്ങൾ സ്വയം പറഞ്ഞാണല്ലോ, നിങ്ങൾക്ക് അങ്ങനെ ഇസ്ലാമിനെ സ്വീകരിക്കണം അല്ലെങ്കിൽ മനസ്സിലാക്കണം എന്നൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ എനിക്ക് ചെറുപ്പത്തിൽ ഇങ്ങനെ ഞാൻ ഇസ്ലാമിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അതാണ് ശരി എന്നാണ് എൻ്റെ ബോധ്യം. അപ്പോൾ എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയണം, പഠിക്കണം, എനിക്കത് സ്വീകരിക്കണം, അതാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കേട്ടപ്പോൾ അവർക്ക് അതിലൊരു കോൺഫിഡൻസ് തോന്നിയത് കൊണ്ട് അവർ എന്ത് ചെയ്ത്, പിന്നെ സത്യസരണിയിലേക്ക് എൻ്റെ നമ്പർ കൊടുത്ത് അവിടെ നിന്ന് അവർ വിളിച്ചു. സത്യസരണിയിൽ നിന്ന് വിളിച്ചിട്ട് അവർ ചോദിച്ചു, നിങ്ങൾ ഇസ്ലാമിലേക്ക് വരണമെന്ന് നിങ്ങൾ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളുടെ നമ്പർ കിട്ടിയത്. അപ്പോൾ എന്താണ് അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ തോന്നാനുള്ള കാരണം എന്താണ്? നിങ്ങൾ സ്വമേധയായിട്ടാണോ, അതല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പ്രപ്പോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങളെ പിന്നെ പറഞ്ഞു തന്നിട്ടാണോ? ഞാൻ പറഞ്ഞു, എനിക്ക് ചെറുപ്പത്തിലെ ഇസ്ലാമിനെ കുറിച്ചിട്ട് അറിയാം, അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇസ്ലാമിലാണ് ഏകദൈവ വിശ്വാസമുള്ളത്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൂടുതൽ അതിനെക്കുറിച്ചിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും സ്വീകരിക്കാനുമാണ്, അത് എൻ്റെ സ്വന്തം ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ സത്യസരണിയിലേക്ക്, ഇവർ മുഹമ്മദ് ഖയും സുധീർ എന്ന് പറഞ്ഞ രണ്ടാളുകളും എന്നെ സത്യസരണിയിലേക്ക് കൊണ്ടുപോയി ആക്കി. അതിന് ശേഷം ഞാൻ അവിടെ നിന്ന് 3 മാസം അടിസ്ഥാനപരമായ നമസ്കാരം, അതുപോലെ തന്നെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ വരുന്നത് ആദ്യമായിട്ട് മുഹമ്മദ് ഖായുടെ വീട്ടിലേക്കാണ്. അപ്പോൾ മുഹമ്മദ് ഖായുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ 1 കൊല്ലത്തോളം മുഹമ്മദ് ഖായുടെ വീട്ടിൽ നിന്നിട്ട് ഈ ജാറത്തിൻ്റെ ഫോട്ടോ വീടിൻ്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ആദ്യം തന്നെ ഇവിടെ സിദ്ദീഖായുടെ വീട്ടിലുണ്ടാവുന്ന സമയത്ത് ഈ ഖബറിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തരം തെറ്റായ വിശ്വാസങ്ങൾ കണ്ടപ്പോഴാണ് ഞാൻ തിരിച്ചു പോയത്. അപ്പോൾ വീണ്ടും ഞാൻ വന്നപ്പോൾ എൻ്റെ ശ്രദ്ധയിൽ ഈ ഫ്രണ്ടിലുണ്ടായിരുന്ന ഫോട്ടോ ഈ 1 കൊല്ലത്തിൻ്റെ ഇടയിൽ എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. അപ്പം ഞാൻ ഈ തർബിയത്തിൽ നിന്നും വരുമ്പോൾ സ്വാഭാവികമായിട്ട് നേരെ കാണുന്നത് ഈ ഖബറിൻ്റെ ഫോട്ടോയാണ്. അപ്പം എൻ്റെ മനസ്സിൽ ഒരു സംശയം, ഇനി സിദ്ദീഖാനെ പോലെയുള്ള വിശ്വാസം തന്നെയാണോ ഇവർക്കും ഉള്ളത് ഈ ജാറുമായി ബന്ധപ്പെട്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നൂർജാത്താനോട് ചോദിച്ച്, നൂർജാത്ത, പിന്നെ നമ്മൾ നമസ്കാരം കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അമ്പിയാക്കൻ ഔലിയാക്കന്മാരോട് വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ നൂർജാത്ത പറഞ്ഞു, ആ പ്രാർത്ഥിക്കും, അതിനെന്താ പടച്ചവനെ, അത് വലിയ തെറ്റല്ലേ, നമ്മൾ മുസ്ലിം ആവണമെങ്കിൽ അള്ളാഹുവിനെ മാത്രമല്ലേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ഇവൻ എന്താ പറയണേ, നമ്മൾ ഖുർആൻ ഇറങ്ങിയത് റസൂലിലക്കല്ലേ, ആ റസൂലിനെ നമ്മൾ വിളിച്ച് സഹായം തേടണ്ടേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന, ഒരാൾ മുസ്ലിം ആകാനുള്ള മാനദണ്ഡം എന്താണെന്ന് ചോദിച്ചു നൂർജാത്താനോട്. അതൊക്കെ ചെറുപ്പത്തിൽ മദ്രസയിൽ പഠിച്ചതാണ്, അതൊന്നും ഇപ്പോൾ ഓർമ്മയില്ല, അതെന്താ അതന്നെയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നൂർജാത്ത, നമ്മൾ ഒരാൾ ഏത് വർക്കത്തിൽ നിന്ന് വിളിച്ച് ചോദിച്ചാലും നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്, ഒരാൾ മുസ്ലിം ആകാനുള്ള മാനദണ്ഡം എന്താണ് എന്ന് ചോദിച്ചാൽ പറയേണ്ട കാര്യമാണ്. അപ്പം അതുപോലും ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചതാണ്, മറന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം.
അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള. എന്താണ് ഇതിൻ്റെ അർത്ഥം അറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു തന്നിട്ട് പോലും അർത്ഥം പോലും പറയാൻ നൂർജാത്താക്ക് കഴിയുന്നില്ല. എന്നിട്ട് ഞാൻ അതിൻ്റെ അർത്ഥവും പറഞ്ഞു കൊടുത്ത്. ആരാധനക്കാരൻ അള്ളാഹു മാത്രമാണെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, റസൂലാണ്, ദൂതനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഇതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ വാചകം എന്താണ് നൂർജാത്ത? അള്ളാഹിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അള്ളാഹു അല്ലാത്തവരെ നമ്മൾ ആരാധിക്കാൻ പാടില്ല. അപ്പം ഞാൻ തർബിയത്തിൽ പഠിച്ച അടിസ്ഥാനപരമായ കാര്യത്തിൽ പെട്ട ഒന്നാണ് അദ്വാ ഹുവൽ ഇബാദത്ത്. നിങ്ങളുടെ പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. അപ്പോൾ ആരാധന അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഈ ഹദീസും നൂർജാത്തക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ട് നൂർജാത്തക്ക് ഒരു ഇതാണ് ഈ ഇവിടുത്തെ മുജാഹിദുകൾ സ്റ്റേജ് കെട്ടിയിട്ട് പറയണില്ലേ എന്ന് പറഞ്ഞ്. അപ്പോൾ നൂർജാത്തക്ക് അതിൽ ബലമായി ഒരു ചാഞ്ഞാട്ടം വന്നപ്പോൾ പിന്നീട് മുഹമ്മദ് ഖാൻ വൈകുന്നേരം വന്നു. മുഹമ്മദ് ഖാൻ വന്നപ്പോൾ ഈ വിഷയം മുഹമ്മദ് ഖാനോട് നൂർജാത്ത അവതരിപ്പിച്ചപ്പോൾ പിന്നെ അവിടെ വെച്ചിട്ട് ഞാനും മുഹമ്മദ് ഖയും നൂർജാത്തയും മൂന്നാളും കൂടിയിട്ട് ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ മുഹമ്മദ് ഖാനോടും ഈ വിഷയങ്ങൾ ഇതേപോലെ സംസാരിച്ചു. മുഹമ്മദ് ഖാൻ ഇതൊക്കെ കേട്ട് അവസാനം മുഹമ്മദ് ഖാൻ പറഞ്ഞ്, സംഭവം യാസർ എൻ്റെ ഒരു അനിയനെ പോലെയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കാരണവന്മാരായിട്ട് ഇങ്ങനെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആദർശമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. പക്ഷേ നീ പറയണത് ഞാൻ തെറ്റാണെന്ന് ഞാൻ പറയാൻ ആളല്ല, പക്ഷേ ഇനി ഇതിവിടെ പറയണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് ചൂടായിട്ടാണ് മുഹമ്മദ് ഖാൻ പറയണത്. പക്ഷെ എന്നാലും യാസർ ഇത് ഞാൻ പറഞ്ഞുകൊണ്ടൊന്നും വിചാരിക്കരുത്, നീ എൻ്റെ ഒരു അനിയനെ പോലെയാണ്, പക്ഷേ ഇതിനി ഇവിടെ പറയണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പറയേണ്ട കാര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞ് അവസാനിച്ചു എന്ന നിലയ്ക്ക് ഞാനത് നിർത്തി. അങ്ങനെ അതിന് ശേഷം എൻ്റെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞാനും എൻ്റെ ഭാര്യ തൊട്ടടുത്ത വീട്ടിൽ പിന്നെ ഒരു മാലപ്പാട്ട് ഒരു പെണ്ണ് ഇങ്ങനെ മുഹിദ്ദീൻ മാല വളരെ രസകരമായി പാടുന്നു. അപ്പോൾ എനിക്കതുപോലത്തെ ഒരു മാല വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ രണ്ടാളും പോയി തൃശ്ശൂർ ആമിന ബുക്ക് സ്റ്റാളിൽ, അന്ന് എനിക്ക് മലയാളം വായിക്കാനൊന്നും അറിയില്ല, അപ്പോൾ ഭാര്യയാണ് ആ മുഹിദ്ദീൻ മാല സെലക്ട് ചെയ്ത് മേടിച്ച് കൊണ്ടുവന്ന് വീട്ടിൽ വായിക്കുകയാണ്. ആ വായിക്കുന്ന ഘട്ടത്തിൽ പിന്നെ ആദ്യം അള്ളാഹുവിൻ്റെ ഹംദും സ്വലാത്തും ഒക്കെ ചൊല്ലി അള്ളാഹുവിനെ മഹത്വപ്പെടുത്തി അള്ളാഹുവിൻ്റെ പിന്നെ ഒരുപാട് പ്രത്യേകതകൾ പറഞ്ഞ് അതിന് ശേഷം മുഹീദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളയുടെ കറാമത്തുകളും അദ്ദേഹത്തിൻ്റെ ഒരുപാട് കറാമത്തുകൾ വരുന്ന വരികളും എന്നിട്ട് അദ്ദേഹത്തെ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വരികളും വന്നു. അപ്പോൾ ഈ അറബി മലയാളം അല്ലെങ്കിൽ ആ ഒരു ശൈലിയിലുള്ള ഒരു പാട്ടായതുകൊണ്ട് തന്നെ എനിക്കിതെന്താണ് എന്ന് ഞാൻ മലയാളം അത്ര അങ്ങോട്ട് എല്ലാ വാക്കുകളും അറിയുന്ന ആളല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് വിശദമായിട്ടൊന്ന് ചോദിച്ച് മനസ്സിലാക്കണം. കാരണം ഞാൻ ഈ തൗഹീദ് ആശയത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇവരുടെ കൂടെ മൗലൂദിനും റാത്തീബിനും കുത്തുബീത്തിനൊക്കെ ഞാൻ എന്ത് ചെയ്യലുണ്ട്, ഇവരുടെ കൂടെ പോകലുണ്ട്. അപ്പോൾ എൻ്റെ വിചാരം ഇതിലൊക്കെ ഇങ്ങനത്തെ വരികളുണ്ടെന്നൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് എനിക്കറിയില്ല. അപ്പോൾ ഈ യാ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്നൊക്കെ പള്ളിയിൽ നിന്നിട്ട് വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശബ്ദമായിരിക്കും പള്ളിയിലെ ഏറ്റവും വലിയ ശബ്ദം, അത്ര ഒച്ചത്തിലാണ് വിളിക്കുക. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഇസ്ലാമിൽ വളരെ പുണ്യകരമായി ദിക്റുകളാണ് എന്ന ഒരു ധാരണയിലാണ് അത്രയും ശക്തമായിട്ട് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ ആ മുഹിദ്ദീൻ ഷെയ്ഖിനെ കുറിച്ചിട്ട് ഇത്തരം വരികൾ വന്നപ്പോൾ ഇതെന്താണെന്ന് അറിയണമെന്ന രൂപത്തിൽ ഇതിൻ്റെ അർത്ഥങ്ങളുണ്ടോ ഇതിൻ്റെ വ്യാഖ്യാനങ്ങളുണ്ടോ എന്ന് ഭാര്യയോട് ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ വായിച്ച് ഇതൊക്കെ മനസ്സിലാക്കിയപ്പോൾ, അതായത് ആദ്യം അള്ളാഹുവിൻ്റെ മഹത്വം പറഞ്ഞ് പിന്നീട് മുഹിദ്ദീൻ ഷെയ്ഖിനോട് പ്രാർത്ഥിക്കുന്ന രംഗം വന്നപ്പോൾ, എൻ്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും ഇസ്ലാമിനെ കുറിച്ചിട്ട് യാതൊന്നും അറിയാത്ത ആളായിരുന്നു. അപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഷഹാദത്ത് കലിമ ചൊല്ലി കൊടുത്തത് ഞാനാണ്. കാരണം ഇസ്ലാമിനെ കുറിച്ചിട്ട് ഒന്നും അറിയില്ല, മദ്രസ കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലി കൊടുക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു,
അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, പ്രാർത്ഥന ആരാധനയാണ് എന്ന് ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് ഈ വരികൾ മൊഹീദ്ദീൻ മാലയിൽ വന്നതോട് കൂടിയിട്ട് ഞാൻ കുറച്ച് വൈകാരികമായി. അങ്ങനെ ഞാൻ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, നിന്നോട് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ ഇത് ചെയ്യാൻ പാടില്ല, ഇത് ശിർക്കാണ്, ഇത് മഹാപാപമാണ് എന്ന് പറഞ്ഞ് ഞാൻ വൈകാരികമായപ്പോൾ ഭാര്യ പെട്ടെന്ന് പേടിച്ച്, നിങ്ങളല്ലേ ഇത് എനിക്ക് മേടിച്ച് തന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കട്ടിലിൻ്റെ മുകളിൽ ആ ബുക്ക് ഇട്ട്, അങ്ങനെ ഞാൻ ആ ബുക്ക് കൊണ്ടുപോയിട്ട് അടുപ്പിലിട്ട് കത്തിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ മനസ്സിൽ ഓടി വന്ന ഒരുപാട് ആശങ്കകളാണ്. കാരണം ഞാൻ പോയി ചെല്ലുന്ന ഓരോ സദസ്സുകളിലും ഇതിൻ്റെ വരികളൊക്കെ എന്തായിരിക്കും. അപ്പോൾ എനിക്ക് അവിടെ ഭാര്യ വീട്ടിന് വിരുന്നിന് പോയതാണെങ്കിലും എനിക്ക് അവിടെ ഇരിക്കെ പൊരുത്തിയില്ല. അപ്പോൾ ഞാൻ ഭാര്യനെ അപ്പം തന്നെ വിളിച്ചിട്ട് നേരെ മത്തനങ്ങാടിയിലേക്ക് വന്നു. അങ്ങനെ ഉസ്താദിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഉസ്താദിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഞാൻ ആദ്യമായിട്ട് ഉസ്താദിനോട്, അബ്ദുറഹ്മാൻ ഫൈസി ഉസ്താദിനോട് ചോദിച്ച ചോദ്യം, ഉസ്താദ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ എന്നാണ് ഞാൻ ഉസ്താദിനോട് ചോദിച്ചത്. അപ്പോൾ ഉസ്താദ് എടുത്ത വഴിക്ക് പറഞ്ഞ്, അള്ളാഹുവിൻ്റെ അമ്പിയാക്കൻ ഔലിയാക്കന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, പക്ഷേ അവരോട് വിളിച്ച് സഹായം തേടിയാൽ പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെന്ത് മറുപടിയാണ് ഉസ്താദ്, ഇത് മഴ പെയ്യാനും സാധ്യതയുണ്ട്, മഴ പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ പോലെ ആയില്ലോ. ഉസ്താദ് ആദ്യം പറഞ്ഞ് പാടില്ല എന്ന്, പിന്നെ പറഞ്ഞ് സഹായം തേടാൻ പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ലാന്ന്. ഇത് എന്ത് മറുപടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉസ്താദിൻ്റെ കയ്യിൽ ഈ മദ്രസ കുട്ടികളൊക്കെ തള്ളുന്ന ഒരു ചെറിയൊരു ചോറിൽ പോലത്തെ ഒരു വടിയുണ്ട്. ഞാനാണ് എനിക്ക് ഷഹാദത്ത് കലിമ ചൊല്ലിയതെന്ന്, നീ എന്നെ പഠിപ്പിക്കാൻ വന്നാണോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അവിടെ നിന്ന് ആട്ടി വിട്ട്. അപ്പോൾ ഈ ആട്ടി വിടുന്നതോട് കൂടിയിട്ട് എൻ്റെ മനസ്സിൽ വീണ്ടും സംശയങ്ങൾ ഒരുപാട് ഉയർന്നു. അപ്പോൾ എനിക്കിതിനെക്കുറിച്ചിട്ട് കൂടുതൽ പഠിക്കണം. പക്ഷെ എനിക്കാണെങ്കിൽ മലയാളം വായിക്കാൻ പോലും അറിയില്ല. സ്വാഭാവികമായിട്ടും ഭാര്യയ്ക്ക് നന്നായിട്ട് വായിക്കാൻ അറിയാം. അപ്പം ഞാൻ എന്ത് ചെയ്ത്, വീണ്ടും പിന്നീടും ഉസ്താദിൻ്റെ അടുത്ത് പോയി ഈ മൗലൂദ് കിതാബുകൾ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ടുള്ള കുറേ പുസ്തകങ്ങളും കാര്യങ്ങളും മേടിച്ച് കൊണ്ടുവന്ന് ഭാര്യയുടെ അടുത്ത് കൊടുത്ത് ഞാനതൊക്കെ വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ തർബിയത്തിൽ നിന്ന് അടിസ്ഥാനപരമായി പഠിച്ചു വന്ന ഇസ്ലാമല്ല ഇവിടെ ഫൈസി വിരുദ്ധം മേടിച്ച് 12 കൊല്ലം കിതാബ് ഓതി പഠിച്ച ആളുകൾ ഈ സമൂഹത്തിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്കൊരു പൂർണ്ണ ബോധ്യം വന്നു. ഈ പൂർണ്ണ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഞാൻ ഇത്തരം ചോദ്യങ്ങളായിട്ട് ഉസ്താദിൻ്റെ അടുത്ത് പോയി. അതുപോലെ തന്നെ അവിടെ പള്ളിയിലേക്ക് വരുന്ന ആളുകളൊക്കെ ഏത് വിശ്വാസക്കാരാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓരോരുത്തരുമായിട്ട് ഞാൻ സംസാരിച്ചു. അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ എല്ലാവരും അടിസ്ഥാനപരമായി അവിടെ വന്ന ആളുകൾ, എല്ലാ ആളുകളും, ആ പള്ളിയിൽ വന്ന ആളുകൾ മുഴുവൻ പറഞ്ഞത്, അള്ളാഹുവിൻ്റെ അമ്പിയാക്കൻ ഔലിയാക്കന്മാരെ വിളിച്ച് സഹായം തേടാം, അവരോട് പ്രാർത്ഥിക്കാം, അതൊന്നും തെറ്റല്ല, അവർക്കാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായത് എന്ന അർത്ഥത്തിലാണ് അവരെല്ലാവരും മറുപടി പറഞ്ഞത്. ആ മറുപടി പറഞ്ഞതോട് കൂടിയിട്ട് ഞാൻ ഒറ്റപ്പെടുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇസ്ലാമിന് വേണ്ടിയിട്ടാണ് വീട്ടിൽ നിന്ന് വീടും നാടും എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിയത്. അപ്പം ഞാൻ എൻ്റെ വിചാരം, പഠിച്ചവന് ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ പഠിച്ച ഈ ആശയത്തിൽ, വേറെ ഒരു മനുഷ്യ കുട്ടി ഇല്ലല്ലോ പഠിച്ചവനെ എന്ന് വിചാരിച്ചിട്ട്, എന്നാലും ഞാൻ അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ വീട് വിട്ടിറങ്ങിയത്. സ്വാഭാവികമായിട്ടും ഞാൻ ഒറ്റയ്ക്ക് തന്നെ വരുന്ന ആളുകൾക്കൊക്കെ ഇത് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ദർസ് പഠിച്ചിരുന്ന ഒരു മുത്തല്ലിം ഇല്യാസ് എന്നാണ് ആ ഉസ്താദിൻ്റെ പേര്. ആ ഉസ്താദ് ഈ ഫൈസി ഉസ്താദിൻ്റെ അടുത്തു നിന്നാണ് ദർസ് പഠിക്കുന്നത്. അപ്പോൾ അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ കുറച്ച് അന്ന് എനിക്ക് ആയത്തുകളും അതുപോലെ ഹദീസും കാണാതെ അറിയുന്ന കേട്ട് പഠിച്ച കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിന്നുകൊണ്ട് ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങൾ ബോധ്യമായി, ദർസ് പഠിക്കുന്ന ഉസ്താദിനെ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഈ വിഷയം അബ്ദുറഹ്മാൻ ഫൈസിയുടെ അടുത്തേക്ക് ഈ വിഷയം എത്തിയപ്പോൾ നമ്മളെ കൊണ്ട് വല്ലാതെ ശല്യമായി എന്നുള്ള ഒരു ധ്വനി അവിടെ വന്നു. പിന്നീട് ഇദ്ദേഹം എന്നെ വിളിപ്പിക്കണം, യാസിർ എൻ്റെ റൂമിലേക്ക് വായോ, പിന്നെ നീ അന്ന് ചോദിച്ചല്ലോ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ എന്താണ് തെളിവ്, ഇസ്ലാമികമായിട്ട് എന്ത് പ്രമാണമാണ് ഉള്ളത്, ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ സഹാബത്ത് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചില്ലേ, ഇങ്ങോട്ട് വായോ ഞാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം അസറിന് ശേഷം ഖത്തീബിൻ്റെ റൂമിലേക്ക് ഞാൻ പോവുകയാണ്. ഖത്തീബിൻ്റെ റൂമിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ പിന്നെ അദ്ദേഹം ഇസ്രാ മിറാജുമായി ബന്ധപ്പെട്ട് 1 മണിക്കൂറോളം അദ്ദേഹം വിശുദ്ധ ഖുർആനിൽ അതിൻ്റെ സൂചന പറഞ്ഞ് ബുഖാരിയിലത്തെ ഹദീസ് അദ്ദേഹം
ലഫ്ലം ബിൽ ലഫ്ലായിട്ട് വായിച്ച് അർത്ഥം വെച്ചു. അതൊക്കെ വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു കൊണ്ടുവന്നിട്ട് അവസാനം അദ്ദേഹം പറഞ്ഞ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട് ആകാശ ലോകത്ത് കണ്ടുമുട്ടുകയും 50 വക്ത് നമസ്കാരം 5 വക്ത് നമസ്കാരമായി ചുരുക്കി. അപ്പോൾ ഇവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടു പോയ ആളല്ലേ? ആ മരണപ്പെട്ടു പോയ ആളോടല്ലേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ സഹായം ചോദിച്ചത് എന്നതാണ് അദ്ദേഹം അവിടെ അവസാനമായി പറഞ്ഞു വെച്ച കാര്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉസ്താദ് സംസാരം കഴിഞ്ഞ ഉടനെ ഞാൻ ഉസ്താദിനോട് ചോദിച്ച്, ഉസ്താദ് സംസാരം കഴിഞ്ഞാൽ പറയണം, എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാമെന്ന്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയങ്ങൾ ഞാൻ തർബിയത്തിൽ നിന്ന് ഇസ്രാ മീറാജും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബുവത്ത് കിട്ടുന്ന കാര്യങ്ങളും ഇത്തരം കാര്യങ്ങളിൽ ഞാൻ ആ കേട്ട അറിവിൽ നിന്ന് കൃത്യമായിട്ട് അതിൻ്റെ അടിസ്ഥാനം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എന്ത് ചെയ്ത്, ഉസ്താദ് ഇസ്രാ മീറാജ് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ്റെ മുഅ്ജിസത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ്. 7 ആകാശം കടന്ന് ഒരാൾ പോവാന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ കഴിവിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പറ്റാത്ത കാര്യമാണ്. എന്നാൽ ഇത്തരം കാര്യങ്ങൾ അവിടെ അത്ഭുതകരമായി നടന്നു എന്നുള്ളത് അള്ളാഹുവിൻ്റെ അപാരമായ അവൻ്റെ ദൃഷ്ടാന്തത്തിൽ പെട്ടതാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ ഒരു ചരിത്രം തുടക്കം പറഞ്ഞ്, അതായത് ഈ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിറൗനിനെ കണ്ട് പേടിച്ച് മൂസാ നബിയുടെ അനുയായികളുമായിട്ട് ചെങ്കടലിൻ്റെ അടുത്തേക്ക് എത്തുന്ന ഒരു രംഗം. അവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കയ്യിൽ വടിയുണ്ട്. ഈ വടിയിട്ടിട്ട് പാമ്പായി ഒരുപാട് അത്ഭുതങ്ങളുണ്ടായി. പക്ഷേ എന്നിട്ട് പോലും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ എന്ത് ചെയ്യില്ല, ഈ വടി കൊണ്ട് കടൽ മീത് അടിച്ചാൽ എന്തുണ്ടാവും എന്ന് പോലും അറിയില്ല. ഇത്തരം കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അവർക്ക് വഹി നൽകിക്കൊണ്ട് ആ വഹി പ്രകാരം അവർ എന്താണോ പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തിക്കുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് അത് പ്രവർത്തിക്കുന്നത്. അതല്ലാതെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അതിനെക്കുറിച്ച് അറിവ് പോലുമില്ല. അപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ ഉസ്താദിനെ ഒരു അക്ഷരം എന്നോട് തിരിച്ച് പറയാൻ ഉസ്താദിന് സാധിച്ചിട്ടില്ല. അപ്പോൾ ഉസ്താദ് ഉടനെ എന്ത് ചെയ്ത്, ഒരു പേപ്പർ ഉണ്ടായിരുന്നു, ആ പേപ്പർ എടുത്ത് ഇങ്ങനെ വായിക്കുന്ന രീതിയിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു മറുപടിയും തിരിച്ച് തന്നില്ല. അപ്പോൾ ഈ ഞങ്ങളുടെ 2 ആളുടെ സംസാരവും കേട്ടിരുന്ന അബ്ബാസ് ഉസ്താദ് വാതിലിൻ്റെ പുറത്ത് നിന്ന് ഇങ്ങനെ ഒട്ട് കേൾക്കുകയാണ്. അപ്പോൾ ഈ ഖതീബ് ഉസ്താദ് പിഴച്ചു പോയി എന്ന് പേടിച്ചിട്ട് പെട്ടെന്ന് വാതിൽ തള്ളി തുറന്ന് അബ്ബാസ് ഉസ്താദ് ഉള്ളിലേക്ക് കടന്നു വന്നിട്ട് അബ്ബാസ് ഉസ്താദ് പറഞ്ഞു, ഈ പിശാചിനിയാണോ ഉസ്താദ് ഇവിടെ വെച്ച് സംസാരിക്കുന്നത്? ഞാനാണെങ്കിൽ 2 കാലും പിടിച്ച് ഒരു ഒറ്റടി നിലത്തടിക്കുന്നു പറഞ്ഞു. അപ്പോൾ എനിക്കിത് കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യൻ നിലയ്ക്ക് എനിക്ക് വൈകാരികത വന്നു. അപ്പം ഞാൻ അബ്ബാസ് ഉസ്താദ് ഞാൻ കസാരയിൽ നിന്ന് എണിച്ച് നിന്നിട്ട് പറഞ്ഞു, അബ്ബാസ് ഉസ്താദെ, ഞാനല്ല ഇവിടെ വന്നത്, എന്നെ ഉസ്താദ് വിളിച്ചു, ഇങ്ങനെ ഞാൻ ചോദിച്ചതിന് തെളിവ് തരാമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഞാനത് മേടിക്കാൻ വേണ്ടി വന്നതാണ്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആശയം പറഞ്ഞു, ഞാൻ എൻ്റെ ആശയം പറഞ്ഞു. എനിക്ക് വേണമെങ്കിൽ ഉസ്താദിൻ്റെ ആശയം സ്വീകരിക്കാം, ഉസ്താദിന് വേണമെങ്കിൽ എൻ്റെ ആശയം സ്വീകരിക്കാം. ഞാൻ ഒരിക്കലും ഇവിടെ ഉസ്താദിനെ എന്തെങ്കിലും അപമര്യാദയായിട്ട് സംസാരിച്ചോ? ഉസ്താദ് സംസാരിക്കുന്നതിനിടയിൽ പോലും ഞാൻ കയറി സംസാരിച്ചിട്ടില്ല. അത്രയും മര്യാദ. അല്ലാണ്ട് നിങ്ങൾ കൈ പിടിച്ചടിക്കും കാല് പിടിച്ചടിക്കും എന്ന് പറഞ്ഞാൽ ഞാനും മനുഷ്യനാണ്, എനിക്കും വികാരമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഈ സംസാരം ടോക്ക് കേട്ടപ്പോൾ അബ്ദുറഹ്മാൻ ഫൈസി ഉസ്താദ് ഉടനെ കസാരമേ എന്ന് എണിച്ചു. എന്നിട്ട് പറഞ്ഞ്, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നതൊക്കെ ശിർക്കാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, പ്രത്യക്ഷമായി നിങ്ങൾ ചെയ്യുന്നത് പച്ചയായ ശിർക്കാണ്, അതിൽ ഒരു സംശയമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടതോട് കൂടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്ത്, എൻ്റെ ഫ്രണ്ട് ഭാഗത്തു നിന്നും ബാക്കിലേക്ക് ഓടി വന്ന് എൻ്റെ പുറകിൽ നിന്ന് പെരടിക്ക് പിടിച്ചിട്ട് ഖതീബിൻ്റെ റൂമിൽ നിന്ന് ഉന്തി പള്ളിയുടെ വാതിലിൻ്റെ പുറത്തേക്ക് അങ്ങോട്ട് തല്ലി ഉന്തിയിട്ട്. അപ്പം ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ, ഇതൊക്കെ പടച്ചവൻ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ വിട്ടതോട് കൂടിയിട്ട് അദ്ദേഹം ഓടിപ്പോയിട്ട് ഫ്രണ്ടിൽ കിടന്നിരുന്ന ഒരു പട്ടിക എടുത്തിട്ട് എന്നെ തല്ലാൻ വേണ്ടി, എന്നെ വിട്ട് കഴിഞ്ഞാൽ തിരിച്ച് പ്രതികരിക്കുമോ എന്ന് പേടിച്ചിട്ടാണ് അദ്ദേഹം പോയിട്ട് ആ വടി എടുത്ത് കൊടുന്നത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ പടച്ചവൻ കാണുന്നുണ്ട് എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ കടന്നു പോടാ, നീ ഈ പള്ളിയിൽ കയറി നമസ്കരിച്ചാൽ നിൻ്റെ കാലുമുട്ട് ഞാൻ തല്ലി മുറിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ പടച്ചവൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ അതിനുശേഷം അവിടുത്തെ പ്രസിഡൻ്റായ അബ്ദുറഹ്മാൻ AB എന്ന് പറയുന്ന ആളുടെ അടുത്ത് ഈ വിഷയം ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ, പള്ളിയിൽ കയറി നമസ്കരിക്കാൻ പാടില്ല, കയറി നമസ്കരിച്ചാൽ നിൻ്റെ കാൽമുട്ട് തല്ലി മുറിക്കും എന്ന് അദ്ദേഹം പറയാൻ പാടില്ല,
നിങ്ങളുടെ ആശയവിനിമയം നടത്തി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആശയം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ആശയം പറഞ്ഞു, അതൊന്നും ഇവിടെ വിഷയമല്ല. പക്ഷെ അദ്ദേഹം നിങ്ങളെ പള്ളിയിൽ കയറി നമസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ശരിയായില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്ത്, ഒരു ലെറ്റർ ഇതാ, നമുക്ക് ഇതൊന്ന് ചർച്ച ചെയ്യാം, അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരുപാട് പരാതികളുണ്ട് ഓൾറെഡി, അപ്പോൾ നമുക്ക് യാസിർ ഒരു പരാതി തന്നാൽ നമുക്ക് അതിൻ്റെ നടപടി സ്വീകരിക്കാം എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഞാനൊരു പരാതി എഴുതി അദ്ദേഹത്തിൻ്റെ പേരിൽ ആ മഹല്ല് പിന്നെ പ്രസിഡൻ്റ് എന്ന നിലയ്ക്ക് എബിയുടെ കയ്യിൽ കൊടുത്തു. അപ്പോൾ അതിനുശേഷം ഇവർ ഒരുപാട് വൈകിട്ടാണ് പിന്നെ യോഗം വിളിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ പരാതി ആ നിലയ്ക്കുള്ള പരാതിയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ആ മഹലിലുള്ള എല്ലാ ആളുകളെയും പ്രകോപിപ്പിച്ച്, ഈവൻ നമ്മുടെ കൂടെ റാത്തീബിന് വന്നു, മൗലൂദിന് വന്നു, കുത്തുബിയത്തിന് വന്നു, എല്ലാത്തിനും വന്നിട്ട് ഇപ്പം എല്ലാം ശിർക്കാണെന്നാണ് പറയണത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ആളുകളൊക്കെ പ്രകോപിതരാക്കി കുറച്ച് കഴിഞ്ഞിട്ടാണ്, സമയമെടുത്തിട്ടാണ് അവർ പൊതുയോഗം വിളിച്ചത്. അപ്പോൾ പൊതുയോഗം വിളിച്ച് അങ്ങനെ പൊതുയോഗത്തിലേക്ക് വന്ന് ബാക്കിൽ സ്റ്റെപ്പ് നോക്കുമ്പോൾ ഫുള്ള് കള്ളുടിയന്മാരാണ് നിൽക്കുന്നത്. അതായത് മുസ്ലിം ആണെങ്കിലും അവർ പള്ളി പരിസരത്ത് പോലും വരാത്ത ആളുകളായിരുന്നു. പക്ഷെ അന്ന് നോക്കുമ്പോൾ ബാക്കിൽ കസാരയിലിരിക്കുന്ന ആളുകളൊക്കെ മാന്യന്മാരും ബാക്കിൽ നിൽക്കുന്ന ആളുകളൊക്കെ കള്ളുടിയന്മാരും. അപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു പന്തികേട് ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ മാന്യന്മാരും കസാരയിലിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ വിഷയങ്ങൾ 1 മണിക്കൂറോളം ഉസ്താദ് എന്നെക്കുറിച്ചിട്ട് കുറേ അപവാദങ്ങളും കുറേ സങ്കടം കുറേ കറച്ചിലും ഒക്കെ നടത്തി. അപ്പോൾ അവസാനം എന്നോട് എബി ചോദിച്ചു, എന്താണ് യാസിറിന് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എഴുന്നേറ്റ് നിന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ. ലൈറ്റ് ഓഫായി, പിന്നെ അടി കൊണ്ട് അടിയാണ്. അങ്ങനെ ഇവരെ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിടുന്ന കണ്ടപ്പോൾ എബി അബ്ദുറഹ്മാൻ, അദ്ദേഹം ഈ ഫൈസി ഉസ്താദിനോട് കംപ്ലൈൻ്റ് ഉള്ളതിൽ ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് എന്നെ രക്ഷപ്പെടുത്തണം. അപ്പോൾ അദ്ദേഹം ഒറ്റയടിക്ക് എന്ത് ചെയ്ത്, ഇനി ആരെങ്കിലും യാസറിൻ്റെ മേലെ കൈ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ വിളിക്കും പോലീസ് സ്റ്റേഷനിലേക്ക് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒച്ചയിട്ടതോട് കൂടിയിട്ട് കംപ്ലീറ്റ് നിശബ്ദമായതും കറണ്ട് വരവും ഒരുമിച്ച്. അപ്പോൾ ഇതൊക്കെ പ്ലാനോട് കൂടിയിട്ട് ഇവരെന്ത് ചെയ്ത്, നമ്മൾ അടിക്കണം എന്നുള്ള ഒരു പ്ലാനോട് കൂടിയിട്ടാണ് ഇവർ പൊതുയോഗം വിളിച്ചതും കറണ്ട് ഓഫ് ചെയ്തതും ഒക്കെ ചെയ്തതും. അപ്പോൾ അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞ് എബി യാസിർ ഇറങ്ങി പോയിക്കോന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങി വീട്ടിലേക്ക് പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സന്ദർഭത്തിൽ നമ്മൾ ഒറ്റപ്പെട്ട്, എൻ്റെ ഭാര്യ ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിം ആയെങ്കിലും പിന്നീട് ഇത്തരം പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നപ്പോൾ ഭാര്യ വീട്ടുകാർ പോലും എനിക്കെതിരാവുന്ന അവസ്ഥ ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അവിടെ നിന്ന്, അന്ന് എൻ്റെ ഭാര്യ ഇവിടെ ഇല്ല, പ്രസവിക്കാനായിട്ട് ഭാര്യ വീട്ടിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒറ്റപ്പെട്ടപ്പോൾ വീണ്ടും ഇവിടുന്ന് ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഒന്ന് തമിഴ്നാട്ടിൽ പോയിട്ട് വരാം എന്ന് വിചാരിച്ചിട്ട് അന്ന് ഈ യോഗം കഴിഞ്ഞ് നേരെ പോകുന്നത് നാട്ടിലേക്കാണ്. ഈ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഈ തുടക്കം മുതലേ നടക്കുന്ന ഈ സന്ദർഭത്തിൻ്റെ ഇടയിലാണ് സലഫി സുഹൃത്തുക്കളായ 3 ആളുകൾ പിന്നെ ഉസ്താദുമായിട്ട് ഞാൻ തർക്കത്തിലുള്ള സമയത്ത് തന്നെ ഇതിനിടയിൽ അവർ പള്ളിയിലേക്ക് വന്ന് ഉസ്താദുമായിട്ട് ഞാൻ സംസാരിച്ച അതേപോലത്തെ സംസാരങ്ങൾ അവർ സംസാരിക്കാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ദിവസം ഇതുപോലെ ഇവർ സംസാരിച്ച് ഉസ്താദ് അവരുമായിട്ട് സംസാരിച്ച് ഉത്തരം മുട്ടിയപ്പോൾ ഉസ്താദ് ഞാനിതെപ്പോൾ വരാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് എഴുന്നേറ്റ് പോയപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ഇവരോട് പറഞ്ഞ്, ചങ്ങായിമാരെ, നിങ്ങൾക്ക് വേറെ പണിയില്ലേ? ഞാൻ 1 കൊല്ലമായി ഈ ഉസ്താദുമായിട്ട് ഇതേ വിഷയത്തിൽ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഉസ്താദ് ഒരു നിലയ്ക്കും നിങ്ങളെ പറയണ കേൾക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ പണി ഉണ്ടെങ്കിൽ പോയി നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഇതെന്താണ്, ഞാൻ എൻ്റെ വേഷധാരണം എന്ന് പറഞ്ഞാൽ ഉസ്താദുമാരുടെ വെള്ളയും വെള്ള മുണ്ടും വെള്ള ഷർട്ടും തൊപ്പിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സംസാരം കേട്ടപ്പോൾ അവർക്കൊരു അത്ഭുതം. അപ്പോൾ അവർ എന്നെ പരിചയപ്പെട്ടു. അങ്ങനെ അവർ ഒരു വീട്ടിലേക്ക് എന്നെ ക്ഷണിച്ചു. ഞാൻ അവരുടെ വീട്ടിലേക്ക് പോയി. അങ്ങനെ അവർ എന്താണ് നിങ്ങൾ എന്നൊക്കെ വിവരങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ ഞാൻ ഹിന്ദു മതത്തിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ജീവിതാനുഭവങ്ങളും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത്,
സംഭവം സത്യത്തിൽ നിങ്ങൾ പറഞ്ഞൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള വിവരം ഞങ്ങൾക്കില്ല. കാരണം ഞങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ പറയുന്നത് പോലെ ഒരു ആശയം പറയുന്ന ഒരു പള്ളി കേച്ചേരിയിൽ ഉണ്ട്, നിങ്ങൾ അങ്ങോട്ട് വരിയെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ അവരത് പറഞ്ഞു പോയെങ്കിലും ഞാൻ ആ പള്ളിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഈ എൻ്റെ മുന്നിലേക്കുള്ള പള്ളി എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള പള്ളിയാണ്. പിന്നീട് ഈ വിഷയങ്ങളുണ്ടായി, ഇവർ ഇത്രയും പ്രശ്നങ്ങളുണ്ടാക്കി എന്നെ പൊതുയോഗത്തിൽ വെച്ച് തല്ലി, പള്ളിയിൽ കയറാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ കേച്ചേരിയിലെ പള്ളിയിലേക്ക് പോകാൻ നിർബന്ധിതാവസ്ഥയിൽ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ പോയി ഞാൻ പിന്നീടാണ് ശരിക്കും ഇസ്ലാമിൻ്റെ യഥാർത്ഥ തൗഹീദും ഈ ഇസ്ലാമിൻ്റെ ഉള്ളിൽ ഇത്തരം ആശയങ്ങളും ആശയവ്യതിയാനങ്ങളും മുസ്ലിങ്ങളായിട്ട് തന്നെ പേരുള്ള ആളുകൾ പോലും ഇത്രയും ശിർക്കും ഖുറാഫാത്തും ഒക്കെ ചെയ്യുന്നത് മനസ്സിലായത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ട് ഇതിന് ഘടകവിരുദ്ധമായിട്ടാണ് നമ്മുടെ സമസ്തക്കാരായിട്ടുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ തന്നെ ഇസ്ലാമിൻ്റെ പേരിൽ ഒരുപാട് ഇസ്ലാമിലില്ലാത്ത ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പഠിക്കുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥ ഇസ്ലാമിനെ നമ്മൾ പഠിക്കേണ്ടത് വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നിന്നുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പഠിക്കേണ്ടത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരാൾ ഇസ്ലാമിനെ പഠിക്കേണ്ടത് വിശുദ്ധ ഖുർആനിൽ നിന്നാണ്. അതുകൊണ്ട് ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും എല്ലാവരും ശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, നമ്മൾ ഇവിടെ കേട്ടത് ഇസ്ലാം അന്വേഷിച്ചിറങ്ങിയ ഒരു യുവാവ് പിന്നീട് എത്തുന്നത് സമസ്തയുടെ ആലയത്തിലേക്കാണ്. അവിടെ നിന്നുണ്ടാകുന്ന അനുഭവങ്ങൾ, ബഹുദൈവ ആരാധനയെ ഉപേക്ഷിച്ചുകൊണ്ട് ഖബർ ആരാധനയിലേക്ക് എത്തിപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരം, അത് ഞെട്ടലോടെ മാത്രമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് അന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് എന്ന്. പിന്നീട് കിട്ടിയ സമയമൊക്കെ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി അദ്ദേഹം മുതിർന്നപ്പോൾ ഇതെല്ലാം തീർത്തും തെറ്റാണ് എന്ന് മനസ്സിലാക്കി സധൈര്യം ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിക്കാൻ, മുസ്ലിയാക്കന്മാരുടെ മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഒടുക്കം അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഈ ഒരു ആദർശത്തിലേക്ക്, സലഫിയത്തിലേക്ക്, യഥാർത്ഥ സുന്നിയായിക്കൊണ്ട് ജീവിക്കാനുള്ള ഒരു മാർഗത്തിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചു എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഈ ഒരു വിഷയത്തിൽ ഇസ്ലാം സ്വീകരിച്ചു എന്ന നമ്മുടെ സഹോദരന് ഇസ്തിഖാമത്ത് നൽകിക്കൊണ്ട് ഒരു യഥാർത്ഥ മുസ്ലിമായിക്കൊണ്ട് എനിക്കും നിങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ സഹോദരനുമൊക്കെ മരണം വരിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്നൽ ഉലമാഅ ലം യുവർരിസു ദിർഹമൻ വലാ ദീനാറൻ വഇന്നമാ വറസു അൽ ഇൽം